ഒരു ട്രാവൽ വ്ളോഗാണ്. പക്ഷേ ഈ വ്ളോഗ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഉള്ളതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത്, നൈറ്റിൽ എത്താവുന്ന രീതിയിൽ. അപ്പം ഞങ്ങൾ ആദ്യം പോയിട്ടുള്ളത് വയനാടാണ്. വയനാട് ചെന്നതിന് ശേഷം ഞങ്ങൾ പിറ്റേ ദിവസം അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ മലപ്പുറത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങോട്ട് പോയതിൻ്റെ ക്ലിപ്പ് എനിക്ക് എടുക്കാൻ പറ്റില്ല. വയനാട് വരെ പോയ ക്ലിപ്സാണ് കൂടുതൽ ഇതിലുള്ളത്. അപ്പോൾ ഞങ്ങൾ പോയ വഴിക്ക് നല്ല മഴയായിരുന്നു ഗയ്സ്. നല്ല ഇടിയും കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വയനാട്ടിലേക്ക് ചുരം കയറാനായപ്പോഴത്തേക്കും മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന ആ ഒരു ക്ലൈമറ്റൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പം ഈ കാണുന്നത് വയനാട്ടിലേക്ക് നമ്മൾ ചുരം കയറുന്ന ഇതാണ്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, കയറിയപ്പോഴും ഇറങ്ങിയപ്പോഴും ഒക്കെ ചുരത്തിൽ നല്ല അടിപൊളി വ്യൂസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഗയ്സ്. കണ്ടില്ലേ എന്ത് രസമാണെന്നറിയോ. പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഫോട്ടോ എടുത്താൽ അത് ക്ലിയർ ആവുന്നുണ്ട്. പിന്നെ നിർത്തിയിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു ടൈമും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷേ ഞാൻ കുറേ വീഡിയോ എടുത്തു. പിന്നെ വയനാട് എത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സിമ്പിളാണ് കേസ്, ഈ തേയിലത്തോട്ടം. ഇത് നമ്മൾ എൻട്രൻസിൻ്റെ അവിടെയുള്ളതാണ്. എന്ന് വെച്ചാൽ വയനാട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് ഇതിൽ നല്ല ഭംഗിയായിട്ടുള്ള തേയിലത്തോട്ടമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ വയനാട്ടിൽ ചുരം കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു തട്ടുകട നോക്കി നിർത്തി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിക്കൻ കൊത്തു പൊറോട്ടയായിരുന്നു. കൂടെ അവർ സലാഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പപ്പയും അമ്മയും കൂടി ഒരു കപ്പ ബിരിയാണിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും എല്ലാം കൂടെ ഷെയർ ചെയ്ത് നല്ല നല്ല സ്ട്രോങ് ചായയും കുടിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ വയനാട് എത്തി. അവിടുന്ന് ഞങ്ങൾ പപ്പയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അവർ ജോലി സ്ഥലത്ത് നിന്ന് പിക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിലെത്തിയപ്പോൾ. പിറ്റേ ദിവസം ഞങ്ങൾ മലപ്പുറം പോയപ്പോഴത്തെ ക്ലിപ്സാണിത്. കൈസ് നല്ല അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി. കാരണം മഴ പെയ്ത് തോർന്നതിന് ശേഷം സൂര്യൻ ഇങ്ങനെ വെയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യൂ നല്ല സെറ്റായിരുന്നു. പിന്നെ ഒരു നല്ല സ്പോട്ട് നോക്കി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു.